എന്നാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അല്ലെങ്കിൽ ആകാശത്തിലുള്ള മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റഹ്മത്ത് മക്കളും തമ്മിലുള്ള റഹ്മത്ത്, ഉമ്മയും മക്കളും തമ്മിലുള്ള റഹ്മത്ത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റഹ്മത്ത്, സഹോദരന്മാർ തമ്മിലുള്ള റഹ്മത്ത്, അയൽവാസിയും തമ്മിലുള്ള റഹ്മത്ത്, അങ്ങനെ മനുഷ്യരും തമ്മിലുള്ള റഹ്മത്ത്, മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലുള്ള റഹ്മത്ത്, ഇങ്ങനെ എത്രയെത്ര റഹ്മത്ത്, കോടാനക്കോട്ട് റഹ്മത്ത്. ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 100 ഓഹരികളുണ്ട്. ഒരു ഓഹരിയെ പിന്നീട് 100 ഓഹരി വെച്ച് അതിൽ നിന്ന് ഒരൊറ്റ ഓഹരി മാത്രമാണ് ഈ പറയുന്ന എല്ലാ റഹ്മത്തും ബാക്കിക്കൊണ്ടും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല റഹീം എന്ന് പേര് വെച്ച ഒരൊറ്റ വിഷയം അത് സയ്യിദുൽ റസൂലുള്ളാഹി ലം യുസമ്മില്ലാഹു നബിയ്യൻ വലാ മുർസലൻ വലാ അഹദൻ ബിർറഹീം ഇല്ലാ الحبيب محمد صلى الله عليه وسلم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين صلى الله عليه وسلم തങ്ങൾക്ക് അല്ലാഹു പേര് വെക്കുന്നു റഊഫ് റഹീം. ഈ റഹീം എന്ന് പറയുന്ന പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മിയിലുള്ള ഒന്നാമത്തെ പേര് ഇസ്മുൽ ജലാലത്ത്. അത് ഒരാൾക്കും പേര് വെക്കാൻ പാടില്ല. രണ്ടാമത്തെ പേര് റഹ്മാൻ, അതും ഒരു സൃഷ്ടിക്കും പേര് വെക്കാൻ പാടില്ല. ചില ആൾക്കാർ റഹ്മാൻ വിളിക്കാൻ പാടില്ല, പേര് വെക്കാൻ പാടില്ല. വളരെ ശക്തിയായ തെറ്റാണ്. റഹ്മാൻ എന്ന് വിളിക്കലും റഹ്മാന്റെ പേര് വെക്കലും അല്ലാഹുവിന്റെ പേരും റഹ്മാന്റെ പേരും പിന്നീട് 194 പേരുകളും അറിയപ്പെട്ട 5000 പേരുകൾ. ആ പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പേര് റഹീം എന്ന് പറയുന്ന പേരാണ്. ഈ പേര് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. ഒരു റസൂലും എന്തുകൊണ്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്? റസൂലുള്ളാഹിയാണ് ലോകത്തിന് റഹ്മത്ത് വിതരണം ചെയ്യുന്നത്. ആ റസൂലുള്ളാഹി വഴിക്കാണ് ലോകത്ത് റഹ്മത്ത് പരത്തുന്നത്. ആ റസൂലുള്ളാഹി വഴിക്ക് ഒരാൾ പോയിട്ടില്ലെങ്കിൽ റഹ്മത്ത് ആർക്കും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ആഖിറത്തിലേക്ക് ചെല്ലുന്ന ഒന്നാമത്തെ കവാടം ഖബർ. ഈ ഖബറിന്റെ ഉള്ളിൽ മലക്കുകൾ വന്നിട്ട് എന്നിങ്ങനെ കുറേ ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിച്ചിട്ട് ആദ്യം മറുപടി പറയട്ടെ, പറയാതിരിക്കട്ടെ. ചിലർ മറുപടി പറയും, ചിലർ പറയില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവസാനത്തെ ഫൈനൽ ചോദ്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവരിൽ വെക്കപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നു. മറ്റൊരു വിമാനത്തിൽ ഇയാളെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം കാണാം. أو قال المرتاب لا أدري أي ذلك قالت أسماء رضي الله عنها ما يدريهم أسماء الحديث كانت الشيشين فغيرهم أسماء المنافقين അല്ലെങ്കിൽ മുർത്താദ് സംശയങ്ങൾ രണ്ടായാലും ഒരാൾ ഒന്നെ ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത സംശയമുള്ള മുനാഫിക്ക് പറയും. എനിക്കതറിയില്ല, ആരാണ് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെയോ നീ ദുനിയാവെന്ന് അതിന് മറുപടി ജനങ്ങളത്തൊക്കെ പറയുന്നത് കേട്ട് ഞാനും അത് പറഞ്ഞു. എന്നല്ലാതെ ഈ ആൾ ആരാണ് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ തലക്കുമീത് അടിക്കപ്പെടുന്നു. അമ്മൽ മുഅ്മിനു ഔ ഖാല അൽ മൂഖിനു
هذا رسول الله جاءنا بكتاب الله وصدقناه وآمنا به وصدقناه. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾക്ക് വന്നു, ഞങ്ങൾ ആ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു, ആ റസൂലുള്ളാഹിനെ കൊണ്ട് തസ്ദീഖ് ചെയ്തു എന്ന് അങ്ങ് പറയുമ്പോൾ ഒരു കാലുകളും ഇല്ല, ചോദ്യമേ ഇല്ല. അവരുടെ ചോദ്യം അവസാനിച്ചു. എന്താണ് പറയുന്നത്? നീ നല്ലപോലെ താഹത്തോടുകൂടി വിശ്വസിക്കുക, ഒരു പുതിയ വീട്ടിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കുക എന്ന് പറയപ്പെടുകയും ഈ മനുഷ്യൻ അതിൽ വിശ്രമിക്കുകയും എന്താണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുക, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക, നബിതങ്ങൾ മദഹ് പറയുക, നബിതങ്ങളെ പ്രശംസിക്കുക, പ്രകീർത്തിക്കുക, നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് നടക്കുക, അനുഭവിക്കുക. ഇതാണ് അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് ഹബീബിനെ പ്രിയം വെക്കുകയും തങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹിനെ പറ്റി റഹ്മത്ത് നടത്തുന്ന وبما رحمة من الله وبما رحمة من الله أي وبكونك رحمة من الله. ഓ മുഹമ്മദ് നബിയെ, അങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിൻതലഹും ജനങ്ങൾക്ക് ജനങ്ങളോട് തങ്ങൾ വളരെ വിനയത്തിലാണ്. ഇല്ല, ടെററിസമില്ല, ഭീകരതയില്ല, മറിച്ച് ലിൻതലഹും വളരെ വിനയം. غليظ القلب لانفضوا من حولك. നമ്മളിൽ ഭീകരവാദിയോ തീവ്രവാദിയോ ഭീകരനോ അതല്ലെങ്കിൽ നല്ല കടുത്ത സ്വഭാവിയോ ആയിരുന്നുവെങ്കിലും ജനങ്ങളാരും തങ്ങളിൽ നിന്നുമായിട്ടില്ല, ജനങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു. തങ്ങളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരുന്നത് അങ്ങയുടെ വിനയം കൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അവിടെ റഹ്മത്തായ കാരണം إلا رحمة للعالمين. أكل لوك جراجر رحمة يتلا فنر الله يجل ينو فرشت الله فرشت الله الله الحبيب الصديق رحمة إنه رحمة إنه والجرية هذا من قربت الجرير رحمة مدارنا എല്ലാം വേണം. ഈ റഹ്മത്തുകളെല്ലാം തങ്ങളുടെ ശരീരത്തിന്റെ ശാഖകളാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തുടങ്ങുന്നു. 33 സമ്മേളനം നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത് ജനുവരി 7 നിങ്ങൾ തന്നിട്ടുള്ള ആ സമ്മേളനം എല്ലാവരും വരാൻ കഴിയുന്നതിൽ നെസ് കൊടുക്കുക, എല്ലാവരും അനുഭവം വരിക, എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ചെയ്യുക. നിങ്ങൾക്കെല്ലാവരും പരിശുദ്ധ റമദാനിന്റെ ഈ പാതിര സമയത്ത് ചെയ്യണം. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നവർ, ഞങ്ങൾ സ്ഥാപനത്തിൽ ഗുണം ചെയ്യുന്നവർ, എല്ലാ ആളുകൾക്കും നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. Quality Hypermarket, Salwa Road, Doha, Qatar. Supermarket, department store, 200,000 square feet shopping extravaganza, parking space for more than 1,500 cars, exclusive saree showroom, ladies and gents beauty salon, customer friendly service, high quality products at the lowest prices. Quality Hypermarket, Salwa Road, Doha, Qatar. Face the champion quality.
Zena Silks and Sarees, Metro Plaza near Leather Planner, Kochigal.